ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ സ്പേസ്. ഇന്ന് കിസ്കി റിബ്നിക് എന്ന മനോഹരമായ ഒരു ലേക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ബ്ലാക്ക് ബ്രിഡ്ജ് ഗോൾഫ് റിസോർട്ട്. അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ നിന്ന് ടൗണിലേക്ക് ട്രെയിനിൽ ഏകദേശം 20 മിനിറ്റ്സ് നമുക്ക് ട്രാവൽ ചെയ്യണം. ഈ റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ബസ് കയറി നമുക്ക് ട്രെയിൻ സ്റ്റേഷനിലെത്തണം. അവിടുന്ന് ട്രെയിൻ കയറി 20 മിനിറ്റ്സ് ആണ് പ്രാഗ് ടൗണിലോട്ട് പോകുന്നത്. അപ്പോൾ ബസ്സിൽ ഞങ്ങൾക്ക് ഏകദേശം 3-4 സ്റ്റോപ്പുണ്ട് ട്രെയിൻ സ്റ്റേഷനിൽ എത്താനായിട്ട്. അപ്പോൾ നമ്മളൊരു 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴാണ് ഒരു രസമുള്ള ഒരു ലേക്ക് കാണുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ലേക്കിൻ്റെ അവിടെ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ടെമ്പറേച്ചർ ഇപ്പോഴും 1 ഡിഗ്രിയൊക്കെ തന്നെയാണ്, എന്നാലും അത്യാവശ്യം സണ്ണി ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുമ്പോൾ ഇവിടുത്തെ ഒരു സ്കൂള് കണ്ടു. ഇതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊക്കെ വരുന്നതൊക്കെ കാണാം. പിന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് ചെന്നപ്പോഴാണെങ്കിൽ കുറച്ച് പിള്ളേർ ബസ്സിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മേ ബി ഷിഫ്റ്റുള്ള സ്കൂളായിരിക്കും. പിന്നെ ബസ്സിൽ കയറിയിട്ട് എല്ലാ കുട്ടികളും മൊബൈലൊക്കെ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 4-5 സ്റ്റോപ്പുണ്ട് ട്രെയിൻ സ്റ്റേഷനിൽ എത്താനായിട്ട്. അപ്പം നമ്മൾ വഴിയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു. സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ കാണാനെല്ലാം നല്ല രസമാണ്. മഴയൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഗ്ലൂമി ആയിട്ടിരിക്കും, എന്നാലും കാണാൻ രസമൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡുകളും പിന്നെ ചുറ്റും രസമുള്ള സ്ഥലങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ മാപ്പിൽ നോക്കണം, അതല്ലെങ്കിൽ സ്ഥലമൊക്കെ തെറ്റിപ്പോകാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. കാരണം ഇവിടെ ഒരുമാതിരി എല്ലാ സ്ഥലവും തന്നെ ഒരുപോലെയാണ് ഇരിക്കുന്നത്. നാട്ടിലെ പോലെ നമുക്ക് കടയുടെ അടയാളമൊന്നും വെച്ചിട്ട് നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളിങ്ങനെ ബസ്സിലിരിക്കുമ്പം കണ്ടോ, സൈഡിലായിട്ട് ഒരു റിവറാണോ ലേക്കാണോ എന്നൊന്നും ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷേ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തി. അവിടെ കുറേ കുട്ടികൾ ഇറങ്ങുകയും ചെയ്തു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് നമുക്കും ഒന്ന് ഇറങ്ങാം. ഇതാണ് ആ ബസ് സ്റ്റോപ്പ്, ടാലിൻസ്ക എന്നാണ് ബസ് സ്റ്റോപ്പിൻ്റെ പേര്. എന്നിട്ട് ഞങ്ങൾ പിന്നെ ആ ലേക്കിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് നടന്നൊക്കെ നോക്കി. അപ്പം മനസ്സിലായി അതിൻ്റെ ഒരു സൈഡ് ലേക്കും പിന്നെ ഒരു റിവറുണ്ട്, പിന്നെ ഒരു ചെറിയ ഡാമുണ്ട്. ഇതെല്ലാം കൂടെയാണ് ഈ കിസ്കി റിബ്നിക് എന്ന് പറയുന്ന റിവർ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് നോക്കുമ്പോഴത്തേക്കും മാപ്പിൽ തൊട്ടടുത്തായിട്ട് വേറൊരു ട്രെയിൻ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. ആ സ്റ്റേഷൻ്റെ പേര് കൈജെ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ആ സ്റ്റേഷനിൽ പോയിട്ടാണ് ഇനി ട്രെയിൻ കയറി പ്രാഗിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രാഗിലെ കുറച്ച് ടൗൺ കാഴ്ചകളും ചാൾസ് ബ്രിഡ്ജും ഒക്കെ ഈ വീഡിയോയിൽ കാണാം.
പ്രാഗ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ചാൾസ് ബ്രിഡ്ജിലേക്കുള്ള റൂട്ടാണ് നോക്കി നടക്കുന്നത്. അപ്പോൾ ഇതൊരു വാക്കിംഗ് വേ ആണ്. ഇത് ഓൾഡ് ടൗൺ എന്നാണ് ഈ ഏരിയ അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റുണ്ട്, പിന്നെ ഒരു ആസ്ട്രോണോമിക്കൽ ക്ലോക്കുണ്ട്. ഈ ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് ഭയങ്കര ഫേമസ് ആണ്, ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഈ ക്ലോക്കിൽ ഓരോ മണി അടിക്കുമ്പോഴും കുറച്ച് മൂവിങ് ഫിഗേഴ്സ് വരും. അപ്പോൾ ഓരോ മണി അടിക്കുമ്പോഴും വരുന്നത് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഓരോ ശിഷ്യന്മാരായിട്ടാണ്. ഞങ്ങൾക്ക് ആക്ച്വലി മണി അടിക്കുന്നത് കാണാൻ പറ്റിയില്ല. മണി അടിക്കുന്നതും കൂടെ കാണുവാണെങ്കിൽ ആ ഫിഗേഴ്സൊക്കെ കാണാമായിരുന്നു. ഇവിടെയാണെങ്കിൽ ഓരോ മണി അടിക്കുന്ന സമയത്തും ആളുകൾ അപ്പോഴത്തേക്ക് കാണാനായിട്ട് വിസിറ്റേഴ്സിൻ്റെ ഭയങ്കര ഒരു തിരക്കാണ് അവിടെ. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചാൾസ് ബ്രിഡ്ജിലാണ്. ഈ ചാൾസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് വിറ്റാവ റിവറിന് മുകളിൽ കൂടെയാണ്. ചെക്ക് റിപ്പബ്ലിക്കിലെ ലോങ്ങസ്റ്റ് റിവറാണ് ഈ വിറ്റാവ റിവർ. അപ്പോൾ ഈ ചാൾസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഓൾഡ് ടൗണിനെ മറ്റേ സൈഡായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. പണ്ടുകാലത്ത് ഇത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയായിരുന്നു യൂസ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ഈ ബ്രിഡ്ജ് അവരൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുവാണ്. അപ്പോൾ ഫുൾ സ്റ്റോൺസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ നടന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തൊക്കെ വരാം. പിന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഓരോ പില്ലേഴ്സ് പോലെ സ്റ്റാച്യു, ക്രോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്റ്റാച്യു സെൻറ്റ് നിക്കോളാസിൻ്റെയാണ്. അപ്പോൾ സെൻറ്റ് നിക്കോളാസിനെ ടച്ച് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്ത് കാര്യം സാധിക്കും എന്നൊക്കെയാണ് ഇവിടെയുള്ള വിശ്വാസങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ചാൾസ് ബ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് വന്നു. ഇനി നമ്മൾ സുവനീർ ഷോപ്പിലൊക്കെ കയറി. ഇനി നമുക്ക് മെയിൻ ഫുഡ് കഴിക്കണം. നമ്മൾ കുറേ നേരമായിട്ട് നടപ്പ് തന്നെയായിരുന്നു. പിന്നെ തണുപ്പും കൂടെ ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കയറുമ്പം എന്തായാലും കോഫി വേണമല്ലോ. ഇപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും ഷോപ്സിലും റോഡിലും ഒക്കെ ഭയങ്കര തിരക്കാണ്. കാരണം ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പുറത്തിറങ്ങുന്നതായിരിക്കണം. പകലൊക്കെ കൂടുതലും ടൂറിസ്റ്റിൻ്റെ തിരക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ വൈകിട്ടാകുമ്പോഴത്തേക്കും അവിടുത്തെ ആളുകളുടെ തിരക്കുമുണ്ട്. കാര്യം ഇത്രയും തണുപ്പൊക്കെ ആണെങ്കിലും ഒരുപാട് ആളുകൾ ഈ ക്രിസ്മസ് മാർക്കറ്റ് കാണാനും ക്രിസ്മസ് ട്രീ കാണാനും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്.
യൂറോപ്പിലെ മിക്കവാറും എല്ലാ കൺട്രീസിലും ഈ വിൻ്റർ ടൈമിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ക്രിസ്മസ് മാർക്കറ്റും ക്രിസ്മസ് ട്രീയും എല്ലാം. നമ്മളിതാ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നോക്കി. അത് ചാൾസ് ബ്രിഡ്ജിലേക്ക് വ്യൂ ഉള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ അവിടെ സീറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും നല്ല വേറൊരു വൈബിലാണ് സിറ്റി മൊത്തമായിട്ട്. അപ്പോൾ കൂടുതൽ പ്രാഗ് കാഴ്ചകളും ഓൾഡ് ടൗണിലെ ക്രിസ്മസ് മാർക്കറ്റും ക്രിസ്മസ് ട്രീയും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് നിഷ സ്പേസ്.